ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ അരിക്കുത്തും കഴിഞ്ഞു, പ്രീ വെഡിങ് ഷൂട്ടും കഴിഞ്ഞു, നിക്കാഹും കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ഖത്തർക്ക് പോവാണ്. നമ്മൾ കണ്ണൂർ ടു ദോഹയ്ക്കാണ് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഉടനെ മലപ്പുറത്തേക്ക് കണ്ണൂർക്ക് കുറച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 3.5 hour ആയപ്പോഴത്തേക്കും നമ്മളവിടെ എത്തിയിട്ടോ. ലൈക്ക് നമുക്കൊരു 3 o'clock 3:40 എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, ബട്ട് ആ റേഞ്ചിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 6 o'clock ഇറങ്ങിയതാണ്. എന്നിട്ട് അവിടെ ഒരു 11 ആയപ്പോഴത്തേന് എത്തിയിട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിശന്നപ്പം ഇവിടെ കണ്ണൂരത്തുള്ള ഒരു വില്ലേജ് കാഫേ പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കയറി ഫുഡൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ വെജിൽ പോയ എപ്പോഴും മസാല ദോശ തന്നെ, വേറെ ഒന്നുമില്ല. നെയ്മനോട് ഹായ് പറയാൻ പറഞ്ഞത് അവനക്കപ്പം തന്നെ കുറവായി. അങ്ങനെ നമ്മൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടോ. നമ്മളെന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു. പുറത്തുനിന്ന് കാണാൻ വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുറത്തൊക്കെ ഫുള്ള് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിതാ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടപ്പോഴാണ് സത്യത്തിൽ ഖത്തറത്തുള്ള എവിടേക്കോ എങ്ങനെയൊക്കെ തോന്നിയില്ല. ഇത് എവിടെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഖത്തറത്തുള്ള ഫീലൊക്കെ എനിക്ക് തോന്നി. ഖത്തറത്തുള്ള എയർപോർട്ടിൻ്റെ ലുക്ക് ഉണ്ട് ഇവിടെ. പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര ക്ലീനും എനിക്കതിൻ്റെ പ്ലേസ് ഭയങ്കര ഇഷ്ടമായി. കമ്പയറിങ് ടു അവർ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഐ ലൈക്ക് ദിസ് ബിക്കോസ് അവിടെ എന്താ ഇങ്ങനത്തെ ഒരു കാര്യമില്ലല്ലോ, അവിടെ പ്ലെയിൻ അല്ലേ. ആൻഡ് ഇവിടുത്തെ സ്മെല്ല് പിന്നെ നമ്മുടെ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ സ്മെല്ല് ഞാൻ പറയണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഈ സ്നാക്സ് സ്പോട്ടിലൊക്കെ പോയി. അവിടെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഇതൊന്നും എടുക്കാൻ പറ്റില്ല, പേ ചെയ്യുന്നത് വേണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വന്നുകൊണ്ട് തന്നെ നമുക്ക് 1 മണിക്കൂർ പുറത്തേക്കേണ്ടി വന്നിട്ടുണ്ട്. 1 മണിക്കപ്പോൾ ഈ ചെക്കൗട്ടൊക്കെ തുറക്കുക. അങ്ങനെ ആയാലും 1 മണി വരെ ഇങ്ങനെയൊക്കെ അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോവുകയാണ്. പിന്നീട് നമ്മൾ ബോർഡിംഗ് പാസ് കഴിഞ്ഞിട്ട് നേരെ ലോഞ്ചിക്ക് പോവുകയാണ്. ഖത്തറത്തുള്ള ലോഞ്ചിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ബട്ട് നാട്ടിലത്തുള്ള ലോഞ്ചൊക്കെ ഞാൻ പോയിട്ടില്ല. അപ്പം അതിനുള്ള കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ ടോയ്ലറ്റ്, പ്രയർ റൂം, ലോഞ്ച് കണ്ടോ. പിന്നെ ഈ സംഭവം കണ്ടിട്ടുണ്ടോ, ഇവിടെ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട്. പിന്നെ ഈ ലോഞ്ചിൻ്റെ കാർഡ് കൊണ്ട് ഒരു കാർഡൊക്കെ 2 ആൾക്ക് കയറാം. നമ്മൾ 4 ആൾ വെച്ചിട്ടാണല്ലോ. പിന്നെ ഞാനിതാ ഇതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ന്യൂസുക്ക് ഐസ്ക്രീം വേണം പറഞ്ഞപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു ക്രീം ബാൻ, കോഫി, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മൾ കഴിച്ചത് ഈ ഒരു വെജ് മാൻജോ ആണ്. ആൻഡ് ഹൗ കൻ ഐ സീ അബൌട്ട് ഇറ്റ്, ഇറ്റ് വാസ് സോ ടേസ്റ്റി. ലൈക്ക് നല്ല ചൂടായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ സെർവ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ടേസ്റ്റിലുണ്ടായിരുന്നു. എന്നിട്ട് അവർ പ്ലേ റൂമിലൊക്കെ പോയി കളിച്ചു. പിന്നെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഇതൊക്കെ കാണിക്കില്ല, പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കില്ല, വീഡിയോക്ക് മാത്രം ശ്രദ്ധിച്ചതാണ്. എന്നിട്ട് ഫൈനലി വി റീച്ച്ഡ് അൽക്കോർ അല്ല, ഖത്തർ. നമ്മൾ വന്നിട്ടുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിലാണ്. അപ്പോൾ എന്തായാലും ഇനി മുതൽ ഞാൻ ഖത്തറത്തുള്ള വ്ളോഗായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.